Hi friends, it's me Arun. അപ്പോൾ ഏവർക്കും അടുത്ത കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ മോൾ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചെന്ന് ആദ്യം ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് റിവിഷൻ നടത്തിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം അല്ലേ. യെസ്, നമ്മൾ ആദ്യം പഠിച്ചത് AM ആണ്. എന്തായിരുന്നു AM എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ്. വാട്ട് ഡു യു മീൻ ബൈ അറ്റോമിക് മാസ്? ഇറ്റ് ഈസ് എ മാസ് ഓഫ് ആൻ ആറ്റം അല്ലേ. മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് അറ്റോമിക് മാസ് അല്ലേ. അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ പല മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്തു, ഉപയോഗിച്ചു. അത് വെച്ചുകൊണ്ട് ചില എലമെൻസിൻ്റെ ഓൾമോസ്റ്റ് ഒരു 10 എലമെൻസിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യൂ, മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇഫ് യു ഡു യു ഹാവ് എനി ഡൗട്ട് അല്ലേ, പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് മീ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ എന്ത് ചെയ്യുക, എന്നോട് ചോദിക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യം പഠിച്ചത്? അറ്റോമിക് മാസ് പഠിച്ചു. ഓക്കെ, 10 ആൾക്കാരുടെ അറ്റോമിക് മാസ് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ഹൈഡ്രജൻ്റെ എത്രയാണ്? 1 ആണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 4 ആണ്. പിന്നെ കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. നൈട്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 14 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. അങ്ങനെ അപ് ടു കാൽഷ്യം വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അറ്റോമിക് മാസ് എന്ന കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ പോയത് രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ്. എന്താണ്? ഗ്രാം അറ്റോമിക് മാസ് അല്ലേ. എന്തായിരുന്നു ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം അല്ലേ. ഒന്നുമില്ല, ചെറിയ വ്യത്യാസം. നമ്മളിപ്പോൾ പഠിച്ച അറ്റോമിക് മാസിൻ്റെ കൂടെ എന്ത് ചേർത്തങ്ങ് പറയുക, ഗ്രാം ചേർത്തങ്ങ് പറയാം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ, അതിന് പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, 1 ഗ്രാം ആണ്. ഓക്കെ, ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഹീലിയം ഇസ് ഈക്വൽ ടു 4 ഗ്രാം ആണ്. ഓക്കെ, ഗ്രാം അറ്റോമിക് മാസ് ഓഫ് അല്ലേ ഓക്സിജൻ എത്രയാണ്? 16 ഗ്രാം ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എത്ര GAM എന്നാണ് പഠിച്ചത്? 1 GAM എന്നാണ് പഠിച്ചത്. എത്ര GAM? 1 GAM. സോ 1 സ്റ്റാൻഡ്സ് ഫോർ 1 ആറ്റം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 GAM നമ്മൾ പഠിച്ചു. 2 GAM ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 3 വരിക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 2 × 16. ആൻസർ എത്രയാ? 32 ഗ്രാം അല്ലെ. 3 GAM നമ്മൾ പഠിച്ചു. 3 GAM ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 3 × 16. ആൻസർ എത്രയാ? 48 ഗ്രാം അല്ലെ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഒരു നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി അല്ലെ. എന്തായിരുന്നു ഇക്വേഷൻ? ദാറ്റ് ഈസ് അല്ലെ, എന്തായിരുന്നു ഇക്വേഷൻ? ദാറ്റ് ഈസ് മാസ് ഈസ് ഈക്വൽ ടു അല്ലെ. ഇവിടെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? മാസ് ആണ് അല്ലെ. മാസ് ഈസ് ഈക്വൽ ടു അല്ലെ എത്രയാ? 2 GAM ആണെങ്കിൽ 2 × 16. 3 GAM ആണെങ്കിൽ 3 × 16. ദാറ്റ് ഈസ് 2, 3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്പർ ഓഫ് GAM ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് GAM ഇൻറ്റു ആരാണ്? 16 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെ. ഓക്സിജനെ സംബന്ധിച്ച് ഈ 16 എന്താണ്? ഓക്സിജന്റെ 1 GAM ആണ്. ദാറ്റ് ഈസ് മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് GAM ഇൻറ്റു 1 GAM അല്ലെ. ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ നമ്പർ ഓഫ് GAM അല്ലെ, നമ്പർ ഓഫ് GAM ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച എന്താ? മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? 1 GAM. അപ്പോൾ ഏതൊരു എലമെന്റിന്റെയും അല്ലെങ്കിൽ ഏതൊരു പാർട്ടിക്കിളിൻ്റെയും മാറ്ററിൻ്റെയും എന്ത് തരികയാണെങ്കിൽ, മാസ് തരികയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ, ബൈ നോയിങ് 1 GAM. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്താ തരിക? മാസ് തരും. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറയും? നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അല്ല, നമുക്ക് ആ പ്രോബ്ലംസ് ഒന്ന് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് GAM അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് കേട്ടോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് GAM പ്രസന്റ് ഇൻ ഈച്ച് സാമ്പിൾസ് ഗിവൺ ബിലോ. ഓക്കെ, താഴെ കുറേ സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആ സാമ്പിൾസിൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതിൽ 6 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാം. എങ്ങനെയാണ് ചെയ്യുന്നത് മെത്തേഡ് കാണിച്ചു തരാം. ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തോളാം. ഓക്കെ, ചോദ്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? അത് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കണേ, എന്താ കണ്ടുപിടിക്കേണ്ടത് ആദ്യം നോക്കുക. ക്വസ്റ്റ്യൻ എന്താണോ നോക്കുക. എന്താണ്? നമ്പർ ഓഫ് GAM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇക്വേഷൻ? നമ്പർ ഓഫ് GAM അല്ലെ, നമ്പർ ഓഫ് GAM ഈസ് ഈക്വൽ ടു എന്തായിരുന്നു മക്കളെ ഇക്വേഷൻ? ദാറ്റ് ഈസ് മാസ് ഈസ് ഡിവൈഡ് ബൈ
1 GAM. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതാണ് ആദ്യം ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് എഴുതണം, ഇക്വേഷൻ നിർബന്ധമായിട്ട് എഴുതണം. കാരണം ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ എന്തുണ്ട്, മാർക്ക് ഉണ്ട്. കുട്ടിക്ക് കൺസെപ്റ്റ് അറിയാമെന്ന് വിചാരിച്ചിട്ട് ടീച്ചേഴ്സ് എന്ത് കൊടുക്കും, മാർക്ക് കൊടുക്കും. ഓക്കെ, ഈവൻ ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ പോലും. ഓക്കെ, അപ്പോൾ മാസ് ഡിവൈഡ് ബൈ 1 GAM അല്ലെ. ഇവിടെ എന്താണ് മക്കളെ തന്നത്, മാസ് അല്ലേ തന്നത്. ആ മാസിനെ എന്തുകൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി, അതിന്റെ കറസ്പോണ്ടിങ് 1 GAM കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. നോക്കിയാൽ മക്കളെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്രയാ മക്കളെ, മാസ് 20 ഗ്രാം ഹീലിയ. 20 ഗ്രാം ഹീലിയത്തിൽ എത്ര GAM ഉണ്ടെന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ മാസ് എത്രയാ, 20. ഓക്കെ, ഡിവൈഡഡ് ബൈ അല്ലെ GAM. ആരുടെ GAM ആ ചോദ്യം നോക്കുക, ചോദ്യം ആരാ, ഹീലിയമാണ്. അപ്പൊ ഹീലിയത്തിന്റെ GAM കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഹീലിയത്തിന്റെ GAM നിങ്ങൾക്ക് അറിയാം എത്രയാ, 4 ഗ്രാം. അതിന് വേണ്ടിയിട്ടാണ് പഠിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ പരീക്ഷ പേപ്പർ എന്ത് ചെയ്യും, തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഹീലിയത്തിന്റെ 4 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ 20 ഡിവൈഡ് ബൈ 4 ആൻസർ എത്രയാ, 5 അല്ലെ. അത്രയും GAM ഉണ്ട്. ദാറ്റ് ഈസ് 5 GAM ഈസ് പ്രസന്റ്. ബുദ്ധിമുട്ടുണ്ടോ, ക്ലിയർ ആയോ? സോ അപ്പൊ എന്താണ് ഇക്വേഷൻ, നമ്പർ ഓഫ് GAM ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ 1 GAM. അവിടെ മാസ് എത്ര കൊടുത്തു, 20. അത് എവിടുന്ന് കിട്ടി, അത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ 4 അത് എവിടുന്ന് കിട്ടി, അത് ചോദ്യം ഹീലിയമാണ്. ഹീലിയത്തിന്റെ GAM നമുക്കറിയാം എത്രയാണ്, 4 ആണ്. ഓക്കെ, അപ്പൊ 20 ഡിവൈഡ് ബൈ 4 ആൻസർ 5 GAM അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാരാ, ഞാൻ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എന്താ, 1 ഗ്രാം ഓക്സിജൻ ആണ്. ശ്രദ്ധിക്കണേ, 1 ഗ്രാം ഓക്സിജൻ. അപ്പൊ എന്റെ കയ്യിൽ എത്ര ഉണ്ട്, 1 ഗ്രാം ഓക്സിജൻ ഉണ്ട്. അതിൽ എത്ര GAM ഓക്സിജൻ ഉണ്ട് എന്നാ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. എന്താ, നമ്പർ ഓഫ് GAM is equal to, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതണം കേട്ടോ. എന്നാലേ ആ ഇക്വേഷൻ എന്താ നമുക്ക് തറാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് GAM is equal to മാസ് ഡിവൈഡഡ് ബൈ 1 GAM. ഓക്കെ, പറ മക്കളെ, മാസ് എത്രയാ, മാസ് 1 ആണ്. അപ്പൊ 1 ഡിവൈഡഡ് ബൈ GAM. ആരാ ചോദ്യം, ആരാ, ഓക്സിജൻ ആണ്. ഓക്സിജന്റെ GAM നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്രയാ, 16 ആണ്. അപ്പൊ 1/16 നിങ്ങൾ കൊണ്ട് ഹരിക്കാൻ അറിയോ, ഇല്ല. ഡിവൈഡ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് 1/16 എന്ത്, GAM. ഓക്കെ, ഇനി ഹരിക്കാൻ അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹരിക്കാൻ എഴുതി ഇട്ടാൽ മതി. ക്ലിയർ ആണല്ലോ. ഇനി ഇങ്ങനെ എഴുതിയാലും എന്താണ്, ആൻസർ ആണ്. ക്ലിയർ, ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ 2 ഞാൻ ചെയ്ത് തന്നിട്ട് ബാക്കി 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് എനിക്ക് പേഴ്സണൽ ആയിട്ട് എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. ഓക്കെ, ഒരിക്കലും ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആഡ് ചെയ്യേണ്ട. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ വരും, പലരും പല രീതിയിലാണ് എഴുതുക. നിങ്ങൾ അതെന്ത് ചെയ്യും, കോപ്പി ചെയ്യും. ഓക്കെ, തെറ്റിക്കോട്ടെ, തെറ്റിയാൽ തിരുത്തി തരാൻ ഞാനുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, ചീത്തയൊന്നും പറയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ദാറ്റ്സ് ഓൾ. യെസ്, അപ്പോൾ ആദ്യത്തെ 2 സെഷനും നമ്മൾ വളരെ വിജയകരമായ രീതിയിൽ എന്ത് ചെയ്തു, പരീക്ഷിച്ച് വിജയിച്ചു. ഓക്കെ, അടുത്ത 3ാമത്തെ സെഷനിലേക്കാണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് മോളിക്കുലർ മാസ് അല്ലെ. എന്താണ് മോളിക്കുലർ മാസ് അല്ലെ. അറ്റോമിക് മാസ് നമ്മൾ പഠിച്ചല്ലേ, എന്താണ്, ദാറ്റ് ഈസ് ദ മാസ് ഓഫ് ആൻ ആറ്റം അല്ലെ. അതേപോലെ തന്നെ മോളിക്കുലർ മാസ് എന്ന് വെച്ചാൽ എന്ത് ദാറ്റ് ഈസ് ദ മാസ് ഓഫ് എ മോളിക്യൂൾ അല്ലെ. അതായത് ഒരു മോളിക്യൂളിന്റെ മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, മോളിക്കുലർ മാസ്. കൺസെപ്റ്റ് ഒക്കെ വളരെ ഈസിയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ച് ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം മോളിക്യൂളിന്റെ മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, മോളിക്കുലർ മാസ് അല്ലെ. അപ്പോൾ ചോദ്യം, മാഷേ ഈ മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? മോളിക്യൂൾ ഫോം ചെയ്യുന്നത് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എന്താണ്, ആറ്റംസ് ആണ് അല്ലെ. ഇപ്പൊ സപ്പോസ് ആളാരാ, ഹൈഡ്രജൻ ആണെന്ന് വിചാരിച്ചോ. ഹൈഡ്രജൻ നമ്മൾ എങ്ങനെ എഴുതുക, H2 എന്നാണ് എഴുതുക. ദാറ്റ് ഈസ് 1 molecule of hydrogen. In order to form 1 molecule of hydrogen, there are 2 hydrogen atoms. അതാണ് H2 എന്ന് എഴുതാൻ കാരണം. ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ H2 implies H plus H അല്ലേ. ഹൈഡ്രജനെ എനിക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, H plus H എന്ന് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 hydrogen atom 1 molecule of hydrogen is formed. ഓക്കെ, അതേപോലെ അടുത്തൊരാളെ നോക്കിയേ, ആളാരാ, ഓക്സിജൻ. ഞാൻ എഴുതിയ നോക്കിയേ, O2 എന്നാണ് എഴുതിയത് അല്ലെ. അതിലും എത്ര ആറ്റംസ് ഉണ്ട്, 2 ആറ്റംസ് ഉണ്ട്. ആ 2 ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഓക്സിജന്റെ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് O+O. ബുദ്ധിമുട്ടുണ്ടോ അല്ലെ. അടുത്ത ആളെ നോക്കിയേ, ആളാരാ, Cl2 അല്ലെ. ദാറ്റ് മീൻസ് Cl+Cl അല്ലെ. ലൈക്ക് വൈസ് N2 നൈട്രജൻ, ഇങ്ങനെ എഴുതുക, N+N. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെയൊക്കെ മോളിക്യൂള് ഫോം ചെയ്തത് എത്ര മോളിക്യൂള്, ഒരു മോളിക്യൂൾ ഫോം ചെയ്തത് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എത്ര ആറ്റംസാ, 2 ആറ്റംസാ.
അല്ലെ? അപ്പൊ ഈ മോളിക്യൂളിന്റെ മാസാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഒരു മോളിക്യൂളിന്റെ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ അതിലുള്ള ആറ്റംസ് ഏതാണോ അവരുടെയൊക്കെ മാസ് എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ പോരെ. ഇപ്പൊ സപ്പോസ് ഹൈഡ്രജന്റെ ഈ ഹൈഡ്രജൻ ആറ്റവും ഈ ഹൈഡ്രജൻ ആറ്റവും കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടായത്? ഈ ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടായത്. അപ്പൊ ഈ മോളിക്യൂളിന്റെ മാസ് എന്ന് പറയുന്നത് ഇവന്റെ മാസ് പ്ലസ് ഇവന്റെ മാസ് ആയിക്കൂലേ? ഓക്കെ, ഇവന്റെ മാസ് എത്രയാ? 1. ഇവന്റെ മാസ് എത്രയാ? 1. അപ്പൊ 1 ഉം 1 എത്രയാ? 2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ മോളിക്കുലാർ മാസ് ഓഫ് ഷോർട്ട് ആയിട്ട് എന്ത് ചെയ്തു? mm ചെയ്തു. mm ഓഫ് ആര്? ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1 + 1 എഴുതുന്നതിന് പകരം എന്ത് എഴുതിയാൽ മതി? 2 × 1 എഴുതിയാൽ പോരെ? എവിടുന്ന മാഷ ഈ 2 × 1 വന്നത്? അല്ലേ? ദാറ്റ് മീൻസ് ദർ ആർ 2 ഹൈഡ്രജൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എത്രയാ? 1 ആണ്. അപ്പൊ 2 ആറ്റത്തിന്റെ എത്രയാ? 2 × 1 ദാറ്റ് ഈസ് 2 × 1 ആൻസർ എത്രയാ? 2. കിട്ടിയോ? അപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാ? 1 ആണ്. എന്നാൽ ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് എത്രയാ? 2 × 1 ആണ്. എന്താ 2 × 1 വന്നത്? ദർ ആർ 2 ഹൈഡ്രജൻ ആറ്റം. കിട്ടിയോ? അതേപോലെ അടുത്തൊരാളെ നോക്കിയേ. മോളിക്കുലർ മാസ് ഓഫ് ആര്? ഓക്സിജൻ അല്ലെ? എങ്ങനെയാ മക്കളെ മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കുക? ഓക്സിജന്റെ അറ്റംസ് അല്ലെ ഏതൊക്കെയാ? ഒരു ഓക്സിജൻ പ്ലസ് മറ്റൊരു ഓക്സിജൻ അല്ലെ? 2 ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടായത്? ഒരു ഓക്സിജന്റെ മോളിക്യൂൾ ഉണ്ടായത്. അപ്പോൾ ഒരു ഓക്സിജന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ ഈ ഓക്സിജന്റെ അറ്റോമിക് മാസും ഈ ഓക്സിജന്റെ അറ്റോമിക് മാസും നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇവന്റെ എത്രയാ? 16. ഇവന്റെ എത്രയാ? 16. അപ്പൊ 16 + 16 അത് പകരം എന്ത് ചെയ്താൽ മതി? 2 × 16 ചെയ്താൽ മതി. 2 × 16 ആൻസർ എത്രയാ? 2 × 16 = 32. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോ ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാ? 16 ആണ്. എന്നാൽ ഓക്സിജന്റെ മോളിക്കുലർ മാസ് എത്രയാ? 2 × 16. തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, അറ്റോമിക് മാസ് എന്നാൽ എന്താണ്? ഫിക്സഡ് ആണ്. അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? പഠിച്ചു. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ അല്ലെ? മോളിക്കുലർ മാസ് ഓഫ് ഹൈഡ്രജൻ 2 × 1, മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ 2 × 16. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി 2 ആൾക്കാരുടെയും മോളിക്കുലർ മാസ് നമ്മൾ കണ്ടുപിടിച്ചൂടെ? പറ മക്കളെ. മോളിക്കുലർ മാസ് ഓഫ് ക്ലോറിൻ എത്രയാ വരിക? ക്ലോറിൻ നോക്കണേ, എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ ഉണ്ട്. ഒരാളുടെ അറ്റോമിക് മാസ് എത്രയാ? 35.5, 35.5. ഇവന്റെ എത്രയാ? 35.5. അങ്ങനെയാണെങ്കിൽ 2 ആളുടെ കണ്ടുപിടിക്കാണ്. അതെന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2 × 35.5 ആൻസർ 71. ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആണോ? അല്ലെ? അങ്ങനെയാണെങ്കിൽ നൈട്രജൻ എന്ന് പറഞ്ഞേ. നൈട്രജൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു അല്ലെ? ഒരു നൈട്രജന്റെ 14, മറ്റൊരു നൈട്രജന്റെയും 14. അപ്പോൾ 14 + 14 ദാറ്റ് ഈസ് 2 × 14 ആൻസർ 28. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത്രയും മോളിക്യൂൾസിന്റെ എന്ത് നമ്മൾ കണ്ടുപിടിച്ചു? മോളിക്കുലർ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. ഹൗ ബൈ multiplying with 2 and its atomic mass. 2 × 1 2, 2 × 16 32, 2 × 35.5, 2 × 14. എന്തുകൊണ്ടാണ് മക്കളെ ഇവിടെയൊക്കെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള റീസൺ മനസ്സിലായോ? എന്താ? അവിടെയൊക്കെ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസ് ഉണ്ട്. ദാറ്റ്സ് വൈ വി മൾട്ടിപ്ലൈഡ് ദിസ് വിത്ത് 2. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? ദാറ്റ്സ് ഓൾ. അങ്ങനെയാണെങ്കിൽ അടുത്തിലേക്ക് പോകാം. യെസ്, അടുത്ത നോക്കിയേ. അടുത്ത ആരാന്നറിയോ? അടുത്ത ഞാൻ എടുക്കുന്നത് മോളിക്കുലാർ മാസ് ഓഫ് ഹീലിയം ആണ്. ആരാണ് എടുക്കുന്നത്? ഹീലിയം അല്ലെ? ഹീലിയം ഞാൻ എഴുതി കണ്ട നിങ്ങൾ HE എന്ന് മാത്രമാണ് എഴുതിയത്. എന്ത് മാത്രം എഴുതിയത്? HE എന്ന് മാത്രമാണ് എഴുതിയത്. അതിന്റെ അർത്ഥം എന്താ? ഹീലിയത്തിൽ എത്ര ആറ്റേ ഉള്ളൂ? ഒരാറ്റേ ഉള്ളൂ. ദാറ്റ് മീൻസ് 1 ആറ്റം ഇറ്റ്സെൽഫ് ഈസ് ദ 1 മോളിക്യൂൾ അല്ലെ? ആ ഹീലിയത്തിന്റെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് എത്ര ആറ്റം തന്നെയാണ്? ഒരാറ്റം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ മോളിക്കുലാർ മാസ് കിട്ടണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തുകൊണ്ടാ? അവിടെ ഒരു ആറ്റേ ഉള്ളൂ. ഇറ്റ് ഈസ് 1 × അറ്റോമിക് മാസ് എത്രയാ? 4. ആൻസർ എത്രയാ? 4 തന്നെ. നോക്കിയേ, ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാ? 4. മോളിക്കുലാർ മാസ് എത്രയാ? 4. ബുദ്ധിമുട്ടുണ്ടോ? എന്തുകൊണ്ടാ ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4 മോളിക്കുലർ മാസും 4 ആയത്? ദർ ഈസ് ഓൺലി 1 ആറ്റം ഇൻ 1 മോളിക്യൂൾ. എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം? ഇവിടെയൊക്കെ എത്ര ആറ്റംസ് ഉണ്ട്?
2 ആറ്റംസ് ഉണ്ട്. അപ്പോൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? മൾട്ടിപ്ലൈഡ് വിത്ത് ദാറ്റ് നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, അടുത്ത കാലം നോക്കിയേ. മോളിക്കുലാർ മാസ് ഓഫ് ആര്? കാർബൺ. ആരാണ്? കാർബൺ. കാർബൺ എഴുതി കണ്ടോ? C1 എന്ന് എഴുതി അല്ലെ? സോ we can find out the molecular mass of carbon by multiply 1 with its atomic mass. എത്ര atomic mass? 12. അപ്പോൾ 1 into 12 എത്രയാ? 12 തന്നെ. ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, അടുത്ത ഒരാളെ നോക്കിയേ. molecular mass of ആര്? സോഡിയം. സോഡിയം Na അല്ലേ? Na എന്നല്ലേ എഴുതിയേ? ദാറ്റ് ഈസ് 1 into 23. ആൻസർ എത്ര തന്നെയാ? 23. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത് എത്ര കൊണ്ടാ? 1 കൊണ്ടാ. എന്നാൽ ഇവിടെയൊക്കെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത് എത്ര കൊണ്ടാ? 2 കൊണ്ടാ. ഓക്കെ, അപ്പോൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോരുത്. എത്ര ആറ്റം ഉണ്ടോ ആ ആറ്റത്തിനെ അറ്റോമിക് മാസ് കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കണം. കുഴപ്പമില്ലല്ലോ? ഓക്കെ, ഇവിടെയൊക്കെ 2 ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു മോളിക്യൂൾ ഉണ്ടായതെങ്കിൽ ഇവിടെ 1 ആറ്റം ഇറ്റ്സെൽഫ് ഈസ് എ 1 മോളിക്യൂൾ അല്ലെ? ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആർ കോൾഡ് മോണോ ആറ്റോമിക് മോളിക്യൂൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മോണോ ആറ്റോമിക് മോളിക്യൂൾ. എന്താ മോണോ ആറ്റോമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ? ഒരു ആറ്റമുള്ള മോളിക്യൂൾ. ഒരു മോളിക്യൂൾ എത്ര ആറ്റം? ഒരാറ്റം അല്ലെ? ഇവിടെയൊക്കെയോ ഒരു മോളിക്യൂൾ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം. അതുകൊണ്ട് ദേ ആർ കോൾഡ് ഡൈ ആറ്റോമിക് മോളിക്യൂൾ. എന്താ വിളിക്കുക? ഡൈ ആറ്റോമിക് മോളിക്യൂൾ. ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഡൈ ആറ്റോമിക് മോളിക്യൂൾസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രത്യേകം പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയൊക്കെ എന്തായിരിക്കും? മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആയിരിക്കും എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ കുറച്ചുകൂടി ലെവൽ കൂട്ടുന്നു. ഇപ്പം നമ്മൾ 2 ലെവൽ പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? മോണോ അറ്റോമിക് മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് കാണാനും പഠിച്ചു. ഡൈ അറ്റോമിക് മോളിക്യൂൾസിന്റെ മോളിക്കുലാർ മാസ് കാണാനും പഠിച്ചു അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ലെവൽ കൂട്ടി അല്ലെ? പോളി ആറ്റോമിക്കിലേക്ക് പോവാണ്. ഏത് ആറ്റോമിലേക്ക് പോവാണ്? പോളി ആറ്റോമിക് അല്ലെങ്കിൽ കോമ്പൗണ്ട്സിലേക്ക് പോവാണ്. ഇതിലേക്ക് പോവാണ്? കോമ്പൗണ്ട്സ്. ശ്രദ്ധിക്കണേ, കോമ്പൗണ്ട്സിന്റെ മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പൊ സപ്പോസ് എക്സാമ്പിൾ O3 ആണെന്ന് വിചാരിച്ചോ. ആരാണ്? O3. O3 എന്ന് കേട്ടിക്കോ. O2 എന്ന് പറഞ്ഞാൽ ആരാ? ഓക്സിജൻ മോളിക്യൂൾ ആണ്. എന്നാൽ O3 എന്ന് പറഞ്ഞാൽ ഓസോൺ ആണ്. ആരാണ്? ഓസോൺ അല്ലെ? ഓസോൺ എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ് മക്കളെ? അതിലെ ആറ്റം ഓക്സിജൻ തന്നെയാണ്. ഓക്സിജന്റെ എത്ര മോളിക്യൂൾ ഉണ്ട്? 3 മോളിക്യൂൾ ഉണ്ട്. ഓക്സിജൻ എത്ര മോളിക്യൂൾ ഉണ്ട്? 3 മോളിക്യൂൾ ഉണ്ട് അല്ലെ? അതായത് O+, O അല്ലേ? O3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവന്റെ അറ്റോമിക് മാസ്, ഓസോണിന്റെ അറ്റോമിക് മാസ് എത്ര തന്നെയായിരിക്കും? 16 തന്നെയായിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. കാരണം ആര് തന്നെയാ? ഓക്സിജൻ തന്നെയാ. എന്നാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറ്റോമിക് മാസ് ആണോ? അല്ല. എന്താ കണ്ടുപിടിക്കേണ്ടത്? മോളിക്കുലാർ മാസ്. സോ ദ മോളിക്കുലാർ മാസ് ഓഫ് ഓസോൺ is equal to എത്രയാ വരിക മക്കളെ? യെസ്, നേരത്തെ 2 into 16 അല്ലേ ചെയ്തത് ഓക്സിജന്റെ കേസിൽ. എന്നാൽ ഇവിടെ എത്ര ചെയ്യണം? 3 into 16 ചെയ്യണം. എന്തുകൊണ്ടാ 3 into 16 ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ? യെസ്, ഇവിടെ there are 3 atoms in a 1 molecule of ozone. ഓസോണിന്റെ ഒരു മോളിക്യൂൾ എത്ര ആറ്റംസ് ഉണ്ട്? 3 ആറ്റം ഉണ്ട്. അതുകൊണ്ട് ഓസോണിന്റെ അറ്റോമിക് മാസ് 16 ആണെങ്കിലും മോളിക്കുലാർ മാസ് എത്രയാണ് വരിക? 3 into 16 ദാറ്റ് ഈസ് 48 ആണ് വരിക. ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഏതൊക്കെ പഠിച്ചു? മോണോ ആറ്റോമിക് പഠിച്ചു, ഡൈ ആറ്റോമിക് പഠിച്ചു, ഏതും പഠിച്ചു, പോളി ആറ്റോമിക്കും പഠിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അല്ലേ ഞാൻ ഇതിന് കോമ്പൗണ്ടിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കുക, കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ടിലേക്ക് പോവാണ്. കോമ്പൗണ്ട് സപ്പോസ് ഞാൻ എടുക്കുന്ന ആരാണ്? H2 ആണ്. ആരാണ്? H2O. H2ന്റെ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം മക്കളെ? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. ഇങ്ങനെ പരീക്ഷ ചോദിക്കുക, വാട്ട് ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് H2O? ഓക്കെ, ശ്രദ്ധിക്കുക, H2 ആണെങ്കിൽ ഹൈഡ്രജൻ മാത്രം മതി, ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ മാത്രം മതി. എന്നാൽ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജന്റെയും മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം, ഓക്സിജന്റെയും മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. നോക്കിയേ, ആദ്യം ഹൈഡ്രജൻ അല്ലെ? ഹൈഡ്രജൻ എത്ര ഉണ്ട് മക്കളെ? നോക്കിയേ, എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലെ? സോ 2 into 1. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 അല്ലേ? അപ്പൊ 2 into 1 ആര് കഴിഞ്ഞു? ഹൈഡ്രജൻ കഴിഞ്ഞു. പ്ലസ് ഇനി അടുത്താരാ? ഓക്സിജൻ. ഓക്സിജൻ എത്ര ഉണ്ട്? അതും എത്ര എണ്ണേ ഉള്ളൂ? 1 ഉള്ളൂ. സോ 1 into 16. അതെ, ഇവിടെ 1 into 16 ചെയ്തത് there is only 1 oxygen atom in water molecule. ഓക്കെ, അപ്പൊ എത്ര ആറ്റം ഉണ്ടോ അതിനെ കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ഉണ്ട്. എന്തുകൊണ്ട് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? there are 2 oxygen atoms. എന്നാൽ ഇവിടെയോ only 1 atom. അപ്പൊ എത്ര ആറ്റം ഉണ്ടോ അതിനെ അറ്റോമിക് മാസ് കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? 2 into 1 അല്ലെ? 2 ഹൈഡ്രജൻ ആറ്റം, അറ്റോമിക് മാസ് 1. 1 oxygen atom, atomic mass 16. രണ്ടും കൂടി എന്ത് ചെയ്യണം മക്കളെ? ആഡ് ചെയ്യണം. രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയാ? 2 into 1 2 plus 1 into 16 16. Answer 18. So the molecular mass of water is equal to 18. കിട്ടിയോ?
കിട്ടിയോ? എങ്ങനെ കിട്ടിയത്? There are 2 hydrogen atom and 1 oxygen atom. The molecular mass of 2 hydrogen atom is 2 into 1. Okay, then 1 oxygen atom is 1 into 16. So 2 plus 16 is equal to 18. അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരാളെ നോക്കിയതാ ആളാരാ? CO2. ആരാ മക്കളെ? CO2, കാർബൺ ഡയോക്സൈഡ്. എത്ര കാർബൺ? ഒരു കാർബൺ. എത്ര ഓക്സിജൻ? 2 ഓക്സിജൻ. അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? ദ മോളിക്കുലർ മാസ് ഓഫ് CO2 is equal to അല്ലേ 1 into 12. എന്തുകൊണ്ടാണ് 1 into 12 വന്നത്? There is only 1 carbon atom. 1 carbon atom into its atomic mass. Atomic mass എത്രയാ? 12 plus എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2. So 2 into 16. അല്ലേ? നേരത്തെ ഞാൻ 1 into 16 ആ ചെയ്തത്. ഇവിടെയോ 2 into 16. What is the difference? There are 2 oxygen atom. അല്ലേ? Answer 1 into 12 12 plus 2 into 16 32. Answer 44. So the molecular mass of carbon dioxide is equal to 44. The molecular mass of water is equal to 80. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയോ. ലിസൺ, ഒരൊറ്റ എക്സാമ്പിൾ ഇവിടെ എഴുതി തരാം. ലിസൺ, ആളാരാ? NH3. ആരാ? NH3. എന്താ NH3ന്റെ പേര്? അമോണിയ. എന്താ പേര് മക്കളെ? അമോണിയ. പഠിച്ചു വെച്ചോ. അമോണിയയുടെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. അമോണിയയുടെ എന്ത് കണ്ടുപിടിക്കണം? മോളിക്കുലാർ മാസ്. ആരൊക്കെ ഉണ്ട് നോക്കിയേ? നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. എത്ര നൈട്രജൻ ഉണ്ട്? ദർ ഇസ് ഓൺലി 1 നൈട്രജൻ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. അപ്പം ഒരു നൈട്രജന്റെയും 3 ഹൈഡ്രജന്റെയും അറ്റോമിക് മാസ് തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. നോക്കിയോ, മോളിക്കുലാർ മാസ് ഇസ് ഈക്വൽ ടു 1 into 14 അല്ലേ? 1 into 14. എന്തുകൊണ്ടാണ് 1 into 14? 1 എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആറ്റം, 14 എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ അറ്റോമിക് മാസ്. ദാറ്റ് ഈസ് 1 into 14 പ്ലസ് എത്ര ഹൈഡ്രജൻ ആറ്റം? 3 into 1. 1 ആരതാ? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ്. അപ്പൊ 3 into 1 അല്ലേ? ആൻസർ എത്ര വരിക? 14 plus 3. ആൻസർ 17. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഏത് കോമ്പൗണ്ട്സ് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം മക്കളെ? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റണം. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? ദാറ്റ്സ് ഓൾ. യെസ്, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഗ്രാം മോളിക്കുലാർ മാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 സെഷൻസ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയാ? അറ്റോമിക് മാസ് പഠിച്ചു, പിന്നെ ഗ്രാം അറ്റോമിക് മാസ് പഠിച്ചു, ഇപ്പം മോളിക്കുലാർ മാസ് എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഗ്രാം മോളിക്കുലാർ മാസ്. അല്ലേ? എന്തായിരുന്നു അറ്റോമിക് മാസും ഗ്രാം അറ്റോമിക് മാസും തമ്മിലുള്ള വ്യത്യാസം? ഒന്നുമില്ല. അറ്റോമിക് മാസിൽ ഗ്രാം ഇല്ല, ഗ്രാം അറ്റോമിക് മാസിൽ എന്ത് ചേർക്കണം? ഗ്രാം ചേർക്കണം. അതേ വ്യത്യാസം തന്നെയാണ് മോളിക്കുലാർ മാസും ഗ്രാം മോളിക്കുലാർ മാസും തമ്മിലുള്ളതും. അല്ലേ? എന്താ മോളിക്കുലാർ മാസിന്റെ കൂടെ എന്തെങ്കിലും ചേർത്താൽ മതി? ഗ്രാം ചേർത്താൽ മതി. ഇപ്പൊ സപ്പോസ് നമ്മൾ ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. മോളിക്കുലാർ മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 2 into 1 ഈസ് ഈക്വൽ ടു എത്രയാ? 2 ആണ്. സോ ദ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് ഉത്തരം ചോദിച്ചാൽ, സോറി എന്ന് ചോദ്യം വന്നാൽ നിങ്ങൾ എന്തിനെ കണ്ടുപിടിക്കേണ്ടത്? ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കുക. 2 into 1 ഈസ് ഈക്വൽ 2. പക്ഷേ അവസാനം ഉത്തരത്തിന്റെ അവസാനം എന്ത് ചേർക്കുക? 2 ഗ്രാം ചേർക്കുക. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക? 1 into 12. ആൻസർ എത്രയാ? 12 അല്ലേ? എന്നാൽ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക? 1 into 12. ആൻസർ എത്രയാ? 12 ഗ്രാം. അപ്പൊ ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇവിടെ ഗ്രാമില്ല, ഇവിടെ എന്തുണ്ട്? ഗ്രാം ഉണ്ട്. ഇവിടെ ഗ്രാമില്ല, ഇവിടെ എന്തുണ്ട്? ഗ്രാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം കുറച്ചുകൂടി വലുതാക്കി അല്ലെ? മോളിക്കുലാർ മാസ് ഓഫ് CO2 അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കുക? മോളിക്കുലാർ മാസ് ഓഫ് CO2. യെസ്, എങ്ങനെ കണ്ടുപിടിക്കുക? കാർബണിന്റെ അറ്റോമിക് മാസും കൂട്ടണം, ഓക്സിജന്റെ അറ്റോമിക് മാസും കൂട്ടണം. കാർബൺ എത്ര എണ്ണേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പൊ 1 into 12 അല്ലെ? പ്ലസ് എത്ര ഓക്സിജൻ? 2 into 16 അല്ലെ? ആൻസർ എത്രയാ വരിക? 12 plus 32. ആൻസർ 44 എന്ന് കിട്ടും അല്ലെ? എന്നാൽ ചോദ്യം ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്നാണെങ്കിലോ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒന്നുമില്ല, ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കുക. ഇതേ സെയിം റൂട്ട് അല്ലെ? 1 into 12 plus 2 into 16 അല്ലെ? ആൻസർ എത്ര കിട്ടും? 44. എന്നാൽ ഉത്തരത്തിന്റെ അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക? 44 ഗ്രാം ചെയ്യുക. അതാണ് വ്യത്യാസം. Okay, so this is the difference between molecular mass and gram molecular mass. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത് എത്ര ഗ്രാം മോളിക്കുലാർ മാസ് ആണ്? 1 ഗ്രാം മോളിക്കുലാർ മാസ് ആണെന്ന് ഓർത്ത് വെക്കുക. 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് ഉദ്ദേശിച്ചാൽ 1 ഗ്രാം എന്നാണോ അർത്ഥം? അല്ല. That denotes 1 molecule. എത്ര മോളിക്യൂളിന്റെയാണ്? 1 മോളിക്യൂളിന്റെയാണ്. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. Yes, here's the question. Find the gram molecular mass 1 GMM
ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട്സ് അല്ലേ. എന്നിട്ട് 5 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? NH3 അമോണിയ, CO ആണ്. CO സ്റ്റാൻഡ്സ് ഫോർ കാർബൺ മോണോക്സൈഡ് ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് കാർബൺ ഡയോക്സൈഡ് ആണ്. ആൻഡ് ദിസ് ഈസ് കാർബൺ മോണോക്സൈഡ്. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലേ. HNO3 നൈട്രിക് ആസിഡ്. ആൻഡ് ലാസ്റ്റ് വൺ H2SO4 സൾഫ്യൂരിക് ആസിഡ്. അതിന് ക്ലൂ ആയിട്ട് നിങ്ങൾക്ക് ഓരോ എലമെന്റിന്റെയും അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, ഇതിൽ ഞാൻ ഏറ്റവും ഒന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം. ദാറ്റ് ഈസ് 5th ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം അല്ലെ. ആരാണ്? H2SO4 ചെയ്തുതരാം അല്ലെ, സൾഫ്യൂരിക് ആസിഡ്. ഇവന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലിസൺ, ഗ്രാം മോളിക്കുലാർ മാസ് നോക്കണേ. ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലെ. ഓരോന്നിന്റെയും കണ്ടുപിടിച്ചാൽ പോരെ. ആദ്യം നോക്കുക, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 2 × 1. ക്ലിയർ? ബുദ്ധിമുട്ടുണ്ടോ? പ്ലസ് അടുത്ത ആരാ? സൾഫർ. സൾഫർ എത്ര ഉണ്ട്? അതാ ശ്രദ്ധിക്കണ്ടേ. സൾഫർ ഇവിടെ 4 എണ്ണം ഉണ്ടോ? ഇല്ല. 4 എണ്ണം ആരാണുള്ളത്? ഓക്സിജൻ ആണ്. അപ്പൊ സൾഫറിന്റെ എണ്ണം എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പൊ 1 × എത്രയാ സൾഫറിന്റെ? 32. ക്ലിയർ? പ്ലസ് അടുത്ത ഒരാളൂടെ ഉണ്ടല്ലോ, ആരാ? ഓക്സിജൻ. ഓക്സിജൻ എത്രയാള്? 4 × 16. ഓക്കെ, അപ്പൊ ഇത്തരം വരെ ഇവിടം വരെ എന്തുള്ളൂ? കെമിസ്ട്രി ഉള്ളൂ. ബാക്കി അങ്ങോട്ട് എന്താണ്? മാത്സ് ആണ്. കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഓക്കെ, ചെയ്ത ആൻസർ എത്ര കിട്ടും മക്കളെ? 2 × 1 2 പ്ലസ് 1 × 32 32 പ്ലസ് 4 × 16 64. ആൻസർ 98 അല്ലെ. 98 നേയാൽ ആൻസർ ആയോ? ഇല്ല. കാരണം നമ്മളോട് ചോദിച്ചത് എന്താണ്? ഗ്രാം മോളിക്കുലാർ മാസ. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എന്തേ ഉള്ളൂ? മോളിക്കുലാർ മാസേ ഉള്ളൂ. അതിന്റെ കൂടെ എന്ത് ചേർക്കണം? ഗ്രാം ചേർക്കുക. സോ ആൻസർ ഈസ് 98 gram. ബുദ്ധിമുട്ടില്ലല്ലോ. സോ ദ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് H2SO4 ഈസ് 98 gram. ക്ലിയർ ആണല്ലോ. അപ്പം ബാക്കി 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക? ഓക്കെ, വളരെ കൃത്യമായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നതിന് ഒരു മടിയും എന്ത് ചെയ്യേണ്ട, കാണിക്കേണ്ട. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി. അപ്പോൾ ഇപ്പോൾ എത്ര ഹോംവർക്കായി? 4 ഹോംവർക്ക് നേരത്തെയും തന്നു, 4 ഹോംവർക്ക് ഇപ്പോഴും. അപ്പോൾ ടോട്ടൽ എത്ര വർക്ക്? 8 വർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? തെറ്റിയാലും പ്രശ്നമില്ല, തെറ്റിയാലും കുഴപ്പമൊന്നും, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഓക്കെ, തെറ്റിയാൽ സഹായിക്കാൻ ഞാനുണ്ട്, ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ ദ ടൈം ബീങ് ആൻഡ് ബൈ ഫ്രം അരുൺ.